لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. لبيك حجا حقا تعبدا ورقا، لبيك مرهوبا ومرغوبا إليك، لبيك ذا النعماء والفضل الحسن، لبيك وسعديك والخير بيديك، والرغباء إليك والعمل، لبيك ذا المعارج، لبيك ذا الفواضل، لبيك إله الحق لبيك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء، تؤتي أكلها كل حين بإذن ربها، ويضرب الله الأمثال للناس لعلهم يتذكرون. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار، يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة، ويضل الله الظالمين ويفعل الله ما يشاء. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم.
فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم يا من نلوذ به عما أحاذره يا من أنادي اسمه في السلم والنقم يا من نمد له في كل معضلة يد الضراعة في الإصباح والظلم سألتك الله قصرا لا نظير له في جنة الخلد يعلى عالي القمم الجار أحمد والأصحاب رفقته يا ربي يا مولاي يا واسع الكرم അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മഞ്ചേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന വേദിയിൽ വന്നിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മഹത്തായ സംഗമം ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും മഹാന്മാരായ ആളുകൾക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകത്തേക്ക് നമുക്കേവർക്കും പ്രവേശനം നൽകപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മെ ഏവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടുത്തോട് സ്നേഹമുള്ളൂ എന്നും ബഹുമാനമുള്ളൂ എന്നും അങ്ങനെ ഒരു ജന്മദിനാഘോഷം അവിടുന്ന് നമുക്ക് മാതൃക കാണിച്ച് തരാത്തതായതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കനാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം എന്ന് പറയുന്നവരെ വളരെയേറെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായി തന്നെ ചില കാര്യങ്ങളാണ് എനിക്കെന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമ്മുടെ 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ അതിന്റെ മുന്നോടിയായി വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കുകളിലൂടെ, ഇഖാമത്തുകളിലൂടെ ലോക മുസ്ലിമീങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സത്യസാക്ഷ്യ വചനം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ സത്യസാക്ഷ്യ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദിനേനയെന്നോണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹനീയമായ
ഈ പ്രഖ്യാപനം. എന്താണ് ഈ പ്രഖ്യാപനത്തിന്റെ അന്തസ്സത്ത എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അറിഞ്ഞേ പറ്റൂ. അതറിയാതെ കേവലം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്നതിൽ അർത്ഥമില്ല. അതിനാൽ എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതരാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞാനും നിങ്ങളും പറയുകയും പ്രഖ്യാപിക്കുകയും നാം നിരന്തരം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്താണ് അത് പറയുന്ന മനുഷ്യനുണ്ടായിരിക്കേണ്ട ബാധ്യത? സർവ സഹോദരീ സഹോദരന്മാരും അതിനെക്കുറിച്ച് ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവിടുത്തെ അറിയലാണ് വേണ്ടത്. ആരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയണം. അവിടുത്തെ മഹനീയമായ വ്യക്തിത്വം എന്താണെന്ന് അറിയാത്തവരാണ് അവിടുത്തെക്കുറിച്ച് സംശയിക്കുന്നത്, അവിടുത്തെ കളങ്കപ്പെടുത്തുന്നത്, അവിടുത്തെക്കുറിച്ച് മോശമായി കാർട്ടൂൺ വരയ്ക്കുന്നത്, അവിടുത്തെക്കുറിച്ച് അന്യായമായി പലതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിഞ്ഞവർക്കാർക്കും ആ നേതാവിന്റെ മഹത്വത്തിൽ സംശയമില്ല, ആ നേതാവ് പഠിപ്പിച്ച ആദർശങ്ങളിൽ സംശയമില്ല, ആ നേതാവിന്റെ വീക്ഷണങ്ങളിൽ യുക്തിക്ക് വിരുദ്ധമായതില്ല, ആ നേതാവ് പകർന്നു തന്ന കാര്യങ്ങളിൽ കാലഘട്ടത്തിന് യോജിക്കാത്തവയായിട്ടില്ല, സാർവജനീനമാണ്, സാർവകാലികമാണ് എന്ന് പറയാനുള്ളത് പ്രസംഗത്തിന് ഭംഗി കൂട്ടാനുള്ള വാക്കല്ല. അത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന്റെ ഏറ്റവും അവൻ പൊന്നുപോലെ അവന്റെ ജീവനേക്കാൾ കാത്തുസൂക്ഷിക്കേണ്ടുന്ന ആദർശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഒരിക്കലും കളങ്കപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടുകൂടാ. അവിടുന്ന് ചെറുപ്പത്തിലും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 40-ാമത്തെ വയസ്സിലാണല്ലോ നുബുവത്ത് കിട്ടുന്നത്. ആ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പുള്ള ബാല്യകാല ജീവിതവും വളരെയേറെ തെളിമയാർന്ന ജീവിതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ മുൻകൂട്ടി തന്നെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവരികയാണ്. സമൂഹത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു മോശത്തരം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിട്ടില്ല. അതേ മക്കയിലുണ്ടായിരുന്ന സാംസ്കാരികമായ മോശത്തരങ്ങളെ നമുക്ക് വിവരിക്കേണ്ടതില്ലല്ലോ. മദ്യത്തിന്റെ നാടാണ്, മോശത്തരങ്ങളുടെ നാടാണ്, കലാപങ്ങളുടെ നാടാണ്, അക്രമവാസനയുള്ള ജനങ്ങളാണ്, അധാർമികതകൾ കൊടികുത്തി വാഴുന്ന നാടാണ്. എന്നിട്ടും ആ ജനങ്ങൾക്കിടയിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ മുമ്പ് തന്നെ ജീവിതത്തിൽ വലിയ കാവലി കിട്ടിയ നേതാവായ വലിയ കാവലി കിട്ടിയിട്ടുണ്ട്. അനാഥ ബാലന്മാർക്കുണ്ടാകുന്ന ഒരു പ്രയാസങ്ങളുമില്ലാതെ അല്ലാഹു കാത്തുകഴിഞ്ഞു. അതേതെങ്കിലും നിലക്കുള്ള ആരുടെയും ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു പ്രത്യേകമായ നിലക്കൊരു വളർച്ചയില്ലാതെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഒരാളുടെ മുമ്പിലും നിരന്ന് ജീവിക്കാൻ ആവശ്യപ്പെടാത്ത നിലക്ക് അവനവന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് ജീവിച്ചു. മോശപ്പെട്ട ഒന്നിലേക്കും പോയില്ല. വിശ്വാസരംഗത്തോ ആചാരരംഗത്തോ കർമ്മരംഗത്തോ അരുതാത്ത ഒരു മേഖലയിലേക്കും നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പും അവിടുന്ന് പോയിട്ടില്ല. ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഏതൊക്കെ കാര്യങ്ങൾ മനുഷ്യന്റെ ദൗർബല്യങ്ങൾക്ക് ആക്കം കൂട്ടുമോ അനാഥത്വത്തിൽ അവിടുന്ന് പതറേണ്ടി വന്നിട്ടില്ല. പടച്ചവന്റെ കാവലുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ ഏതെങ്കിലും വിഷമങ്ങൾ കാരണത്താൽ ഏതെങ്കിലും ഒരു അനാവശ്യത്തിലേക്കോ അനാശാസ്യത്തിലേക്കോ അവിടുന്ന് പോകേണ്ടി വന്നിട്ടില്ല. പടച്ചവന്റെ കാവലുണ്ടായിട്ടുണ്ട്. വഴിയറിയാത്ത നിലക്ക് ഏതെങ്കിലും പഴച്ച മറ്റേതെങ്കിലും ദുസ്വഭാവങ്ങളിലേക്കോ ദുഷിച്ച വിശ്വാസങ്ങളിലേക്കോ പോകേണ്ടി വന്നിട്ടില്ല. റബ്ബ് കാത്തിട്ടുണ്ട്. എല്ലാ നിലക്കുമുള്ള കാവലികൾ കിട്ടിക്കൊണ്ട് വളർത്തപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതേ നബുവത്ത് കിട്ടിയതിന്റെ ശേഷമുള്ള ജീവിതത്തിലും എല്ലാ ജീവിതത്തിലും അവിടുത്തെ മഹത്വം വർണ്ണിച്ചാൽ തീരില്ലല്ലോ. അതുകൊണ്ടല്ലേ ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർക്കും മോഡലാകുമാറ് മാതൃകയാകുമാറ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, പടച്ചവനെ ആഗ്രഹിക്കുന്നവർക്ക്, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്ക്, അല്ലാഹുവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടണമല്ലോ എന്ന് ഭയപ്പെടുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, അതേ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിനെ ഓർക്കേണ്ട നിലക്ക് നിരന്തരമായി ധാരാളം ഓർക്കുകയും ചെയ്യുന്നവർക്ക് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അവിടുത്തെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തി. ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് പഠിപ്പിച്ചു. വഇന്നക ലഅലാ ഖുലുഖിൻ നദീം. ഓ നബിയേ, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൽ തന്നെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശസ്തി എല്ലായിടത്തും പലരുടെ നാവുകളാലും ഉയർത്തപ്പെട്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും ആ പ്രശസ്തി ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ദുനിയാവിൽ ഉയർന്നു നിൽക്കുന്നു. വറഫഅനാ ലക ദിക്റക. അതേ, അവിടുത്തെ പ്രശസ്തിയും പേരുമൊന്നും ഒരാൾക്കും കളങ്കപ്പെടുത്താനോ അടിച്ചു താഴ്ത്തുവാനോ സാധ്യമല്ലാത്ത നിലക്ക് അള്ള ഏറ്റെടുത്തതാണ്. ആ പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിക്കുകയല്ലാതെ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളുടെ തിളക്കം നാൾക്ക് നാള് അതിങ്ങനെ വർദ്ധിക്കുകയല്ലാതെ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളുടെ എല്ലാ തെളിമയും ഓരോ ദിവസം കഴിയുന്തോറും പരിശുദ്ധത കൂടി വരികയല്ലാതെ അവിടുത്തെ ആദർശത്തിനോ അവിടുത്തെ വ്യക്തിത്വത്തിനോ ഒരു നിലക്കും കോട്ടം തട്ടാത്ത നിലക്ക് എല്ലാ നിലക്കും വറഫഅനാ ലക ദിക്റക. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്ത് മാത്രമല്ല, ഇനി നാളെ പരലോകത്ത് ആദ്യമായി ഖബറിൽ നിന്ന് പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് ജനങ്ങളൊക്കെ പോകുമ്പോൾ ആദ്യമായി മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നേതാവ് ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാളെ മഹ്ശറിൽ നടക്കാനിരിക്കുന്ന വലിയ കാര്യങ്ങൾ, ഒരാൾക്കും ലഭിക്കാത്ത വലിയ വലിയ ആദരവുകൾ, അശ്ശഫാഅത്തുൽ ഉളമാ, ഏറ്റവും വലിയ ശുപാർശ എന്ന ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാവുന്ന നിലക്കുള്ള ശുപാർശ മുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ അനുമതി ലഭിക്കപ്പെടുന്ന നേതാവ് എന്ന ഏറ്റവും വലിയ മഹത്വം മുതൽ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ധാരാളക്കണക്കിന് മഹത്വങ്ങളുള്ള നേതാവ്. ആ നേതാവിന്റെ അനുയായികളായ നമ്മളാ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് വെറുതെ ഭംഗിവാക്ക് പറയാനുള്ളതല്ല. എന്റെ നേതാവിന്റെ മഹത്വം ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമായില്ല. ദുനിയാവിലും എന്റെ നേതാവ് ഉന്നതനാണ്, ആഖിറത്തിലും എന്റെ നേതാവിന് വലിയ പദവികളുണ്ട്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്തതുകൊണ്ട് മാത്രം എന്റെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ ആദർശത്തിന്റെ പ്രഖ്യാപനത്തോട് ഞാൻ കൂറു പുലർത്തിയവനാവില്ല. എന്താണ് പിന്നെ അടുത്ത സ്റ്റെപ്പ്? എന്താണ്? ഇതൊക്കെ അംഗീകരിക്കണം. നബി തങ്ങളുടെ ഏതെങ്കിലും ഒരു മഹത്വത്തെ അംഗീകരിക്കാതിരിക്കരുത്. അവിടുത്തേക്ക് അള്ള നൽകിയിട്ടുള്ള ഏതെല്ലാം ആദരവുകളുണ്ടോ, അവിടുന്ന് തന്നെ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ആദരവുകളുണ്ടോ, അവയത്രയും ഞങ്ങൾ അംഗീകരിക്കുന്നു, അതനുസരിക്കുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നേതാവാണ് ഞങ്ങൾക്ക് ആത്യന്തികമായി പിൻപറ്റേണ്ട നേതാവെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പറയുന്നതിനോട് കൂറു പുലർത്തണം. അതെങ്ങനെയാ കൂറു പുലർത്തൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, അത് ജീവിതത്തിൽ അംഗീകരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ, അത് നിങ്ങൾ മുറുകെ പിടിക്കണേ. വമാ നഹാകും അൻഹു, അവിടുന്ന് നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ ഫന്തഹൂ, അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കണം, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നേ പറ്റൂ.
അതേ കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണ്, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ നേരാണ്, അവയത്രയും അംഗീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതിൽ ബാത്തിലിന്റെ ഒരു വശം പോലും കലർന്നിട്ടില്ല. ഇത് പറയുന്ന മനസ്സ് എനിക്കുണ്ടോ? ഇത് അംഗീകരിക്കുന്ന മനസ്സെനിക്കുണ്ടോ? ഇത് പ്രചരിപ്പിക്കാനുള്ള മനസ്സെനിക്കുണ്ടോ? അതാണ് ഈമാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശ അല്ലാഹ വയത്തഖിഹി ഫൗലൈക ഹുമുൽ ഫായിസൂൻ. ഓ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. ഞാനും നിങ്ങളും എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? അല്ലാഹുവേ, ഈമാനോടെ ജീവിക്കാൻ തൗഫീക്ക് തരണം, മുഅ്മിനായി ജീവിപ്പിക്കണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ, മുഅ്മിനീങ്ങളുടെ കൂടെ പരലോകത്ത് പോയി നിൽക്കാൻ. ഓ കുറ്റവാളികളെ, വേറിട്ട് നിൽക്കിനടാ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, പാപികളെ വേറിട്ട് നിൽക്കിനടാ. അംബിയായിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ യോഗ്യരല്ല, ഔലിയാക്കളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ യോഗ്യരല്ല, ശുഹദാ, സിദ്ദീഖ്, സാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ യോഗ്യരല്ല, മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് പാപികളെ വേർതിരിക്കുന്ന ദിവസത്തിൽ നാഥാ, നിന്റെ മഹാന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള തൗഫീക്ക് കിട്ടണം എന്ന് മോഹിക്കുന്നവരല്ലേ? ഓ സഹോദര സഹോദരി, നമ്മളത് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമല്ലേ? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. വഅൽഹിഖ്നി, നീ എന്നെ ചേർത്ത് തരണം ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം, സാലിഹീങ്ങളുടെ ചാരത്തണയാൻ നീ തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയാണോ അല്ലേ എന്ന് ഇവിടെ വെച്ച് പരിശോധിക്കാൻ ഒരു ചാൻസാണല്ലോ പറയുന്നത്. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ശ്രോതാക്കളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ചിന്തിക്കട്ടെ. ഈ ആയത്തിൽ പറയുന്ന സ്വഭാവത്തിൽ എന്റെ നിലപാട് എവിടെ നിൽക്കുന്നു? അല്ല പറയുന്നത് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ വാക്ക് താഴെ പറയുന്ന നിലപാട് മാത്രമായിരിക്കും, മറ്റൊരു നിലപാട് അവർക്കുണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. ഏത് വിഷയത്തിൽ? ഇദാ ദുഊ, അവർ ക്ഷണിക്കപ്പെട്ടാൽ, ഇലല്ലാഹ്, അല്ല പറഞ്ഞ ആശയത്തിലേക്ക് വരൂ, വറസൂലിഹി, അവന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ആദർശത്തിലേക്ക് വരൂ എന്ന് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ലിയഹ്കുമ ബൈനഹും, നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ആത്യന്തിക അധികാരമുള്ള അതോറിറ്റി അതല്ലയാണ്. അവന്റെ വഴി കിട്ടുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നിലക്ക് അത് അംഗീകരിക്കാൻ വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ, ഈമാനുള്ളവരുടെ സ്വഭാവം താഴെ പറയുന്നത് മാത്രമായിരിക്കും. അതെന്താ? അയ്യഖൂലു, അവര് പറയലാണ്, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അല്ലാ നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, തന്റെ റസൂല് പഠിപ്പിച്ചത് ഞങ്ങൾ കേട്ടു. അത് കേട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാനും ലേഖനം എഴുതാനുമുള്ളതല്ല, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളാനുമുള്ളതല്ല. കേട്ടത് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ്. വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. കേട്ടു, അനുസരിച്ചോ, അനുസരിക്കാൻ തയ്യാറാണ്. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നിശ്ചയമായും അല്ലാഹുവരെ കുറിച്ച് പറയുന്നത് അക്കൂട്ടർ തന്നെയാണ് വിജയിച്ച കക്ഷികൾ. അവർക്ക് ആ വിജയമുള്ളത്. ഇനി അതൊന്ന് ചുരുക്കി റബ്ബ് പറയുകയാണ് തുടർന്നുകൊണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ, വയഖ്ശല്ലാഹ വയത്തഖിഹി, അല്ലാഹ് നീ പഠിപ്പിച്ച ഏത് നിയമവും അനുസരിക്കാൻ ഞാൻ വിനീതനാണ്, ഞാൻ സന്നദ്ധനാണ്. റബ്ബേ, നിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു, അല്ലാഹുവേ നിന്റെ മഹത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന നിലക്ക്
അല്ലാഹുവിനെ ഭയപ്പെടുകയും ദോഷബാധകൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അക്കൂട്ടർ തന്നെയാണ് ഏറ്റവും വലിയ വിജയം സിദ്ധിച്ച കക്ഷികളെന്ന് തുടർന്നുകൊണ്ടും ആവർത്തിക്കുന്നു. ഇതാണ് മുസ്ലിമിന്റെ നയം, ഇതാണ് മുഅ്മിനിന്റെ നയം. ഇനിയും ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനം എന്താണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നബി തങ്ങളെ അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല. ഓർക്കണം, നമ്മൾ മുഅ്മിനാവാനാ കൊതിക്കുന്നത്, മുഅ്മിനായി ജീവിക്കാനാ തേടുന്നത്, മുഅ്മിനായി മരിപ്പിക്കണേ എന്നാണ് തേടുന്നത്, മുഅ്മിനീങ്ങളുടെ ചാരത്തണക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അല്ലാഹു പറയുന്നു, മുഅ്മിനാകണോ. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള തർക്കമുള്ള വിഷയത്തിൽ നിന്നെ അവർ വിധികർത്താവാക്കി അംഗീകരിക്കുന്നത് വരെ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജാ. അതെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ച ഒരു വിധി, അവിടുന്ന് പഠിപ്പിച്ച ഒരാശയം, അവിടുന്ന് പകർന്നു തന്ന ഒരാശയം, അതിപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞും പോയില്ലേ, ഹദീസിലാണെങ്കിൽ അങ്ങനെ വന്നും പോയില്ലേ. ഇനിയിപ്പോ എങ്ങനെ അംഗീകരിക്കാതിരിക്കും എന്ന ഒരു പൂർണ്ണമായ നിലക്കതിനോടൊരു തൃപ്തിയില്ലാതെ ആയിക്കൂടാ, ഈമാൻ ശരിയാകൂല. അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളോട് മുസ്ലിമിന്റെ നിലപാടാ പറയുന്നത്. അവിടുന്ന് പഠിപ്പിച്ച ഏത് കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചതാണെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തൊള്ള പോരാ, ഓരോരുത്തരുടെ അഭിപ്രായം പോരാ. അവിടുന്ന് പഠിപ്പിച്ചതാണ് എന്ന് തെളിയിക്കപ്പെടാനുള്ള ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഏതോ, ആ മാനദണ്ഡങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യത്തോട് മുസ്ലിമിന്റെ മുഅ്മിനിന്റെ നിലപാടെന്താണ്? ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ കിട്ടിയിട്ടുള്ള ആ വിധിയോട് അവരുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നിക്കൂടാ, അല്പം പോലും ഒരു വിഷമം തോന്നരുത്. അയ്യേ, ഇസ്ലാമിലെന്തേ ഇങ്ങനെ ഒരു നിയമം, അയ്യേ ഹദീസിലെന്തേ ഇങ്ങനെ കണ്ടത്, എന്തേ ഇങ്ങനെ ഹദീസുകളിൽ കാണുന്നത്, ഇത് ലോകരോട് പറയാൻ കൊള്ളില്ലല്ലോ. മനുഷ്യന്മാര് ഉണർന്നവരല്ലേ, ആധുനിക കാലഘട്ടം പുച്ഛിച്ച് തള്ളില്ലേ എന്നൊന്നും പറയണ്ട, എന്നൊന്നും ചിന്തിക്കണ്ട. അവിടുന്ന് പഠിപ്പിച്ചതാണോ, അവിടുന്ന് പകർന്നു തന്ന ആശയമാണോ? വയുസല്ലിമൂ തസ്ലീമാ, അതിനോട് 100% പരിപൂർണമായ നിലക്ക് അംഗീകരിക്കുകയും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വരെ മുഅ്മിനാവില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ ധാരാളക്കണക്കിന് ആയത്തുകൾ പ്രിയമുള്ളവരെ ഈ വിഷയത്തിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അതിലൂടെ ഈ ലോകത്തിന് കിട്ടിയിട്ടുള്ള ആശയം പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ അലാവ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. ജനങ്ങളെ അറിഞ്ഞോ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അത്രയും കൂടി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതേ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ കാവലോടെ, അല്ലാഹുവിന്റെ നിർദ്ദേശത്തോടെ, അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പഠിപ്പിച്ച എല്ലാ നിയമങ്ങളും അംഗീകരിക്കാൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാനും നിങ്ങളും പറയുന്നുവെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ, ലോകത്ത് ആര് പറയുന്നുവെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ അവന്റെ ബുദ്ധിയേക്കാൾ നബി തങ്ങളുടെ വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാഹു പഠിപ്പിച്ചതാണ് നിയമം, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ള പഠിപ്പിച്ചതാണ് നിയമം. അതാണ് നഖല്, അതാണ് നമുക്ക് പവിത്രമായി തെറ്റുപറ്റാത്ത ആദർശം. മറ്റേത് നമ്മുടെ അഖലാണ്, അവനവന്റെ ബുദ്ധിയാണ്, അവനവന്റെ യുക്തിചിന്തകളാണ്. ഈ യുക്തി ചിന്തകളെ അങ്ങ് മാറ്റിവെച്ചിട്ട്, അവനവന്റെ പരിമിതമായ ഈ ബുദ്ധിയെ അങ്ങ് മാറ്റിവെച്ചിട്ട്, അതേ എന്റെ ബുദ്ധിയോ, ലോകത്ത് ഒരാളുടെ ബുദ്ധിയോ ഒരാളുടെ വാക്കോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളെക്കാൾ എനിക്ക് വലുതായിക്കൂടാ.
അള്ള പറഞ്ഞതിനപ്പുറം പറയാൻ ഞാനാളല്ല, അവന്റെ റസൂല് പറഞ്ഞതിലപ്പുറം മറികടന്നു പറയാൻ ഞാനാളല്ല. പരിശുദ്ധ ഖുർആൻ അതാ സൂറത്തുൽ ഹുജറാത്തിന്റെ 1-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഓ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടന്ന് പറയല്ല, നിങ്ങൾ മുൻകടന്ന് പറയല്ല. അതേ, അതിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, മുൻകടന്നു പറയരുത്. ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ നിങ്ങളുടെ അഭിപ്രായം മുൻകടന്നു പറയണ്ട. ആ പറഞ്ഞ വാക്കുകളാണ് ആത്യന്തിക വാക്കുകൾ. ഇനി നിങ്ങൾക്കൊരഭിപ്രായം അതിൽ വേണ്ട. പടച്ച റബ്ബിനെ സൂക്ഷിച്ചോളണം, പറയുമ്പോ എഴുതുമ്പോ സംസാരിക്കുമ്പോ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ സമീഉൻ അലീം. ഞാനെന്ത് പ്രസംഗിക്കുന്നു, നിങ്ങളെന്ത് പ്രസംഗിക്കുന്നു, ഞാനെന്തെഴുതുന്നു, നിങ്ങളെന്തെഴുതുന്നു, ഞാനെന്ത് പ്രചരിപ്പിക്കുന്നു, നിങ്ങളെന്ത് പ്രചരിപ്പിക്കുന്നു, അതേ ഒരൽപ്പനേരം പോലും അശ്രദ്ധയില്ലാതെ അത് കേൾക്കുന്നവനാണ് അല്ലാഹു എന്ന് ഓർത്തുകൊള്ളണം. അലീം, അവനെല്ലാം അറിയുന്നവനാകുന്നു. ഈ നിലക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഈ ഒരു പ്രഖ്യാപനമാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നേതാവെന്ന് അംഗീകരിച്ചാൽ ആ നേതാവിന്റെ മഹത്വം ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം എന്റെ ബാധ്യത പൂർണ്ണമല്ല, നിങ്ങളുടെ ബാധ്യത പൂർണ്ണമല്ല. ആ നേതാവ് കൊണ്ടുവന്നത് മുഴുവൻ ഹക്കാണ്, ബാത്തിലിന്റെ സ്പർശം അതിലില്ല. മുഴുവൻ യുക്തിക്ക് യോജിക്കുന്നതാണ്, യുക്തിക്ക് നിരക്കാത്തത് അതിലില്ല. കാലഘട്ടത്തോട് യോജിക്കുന്നതാണ്, കാലാനുസൃതമായി തിരുത്തേണ്ടതൊന്നും അതിലില്ല. ഈ നിലക്ക് അതിനോടുള്ള വിനീതമായ ആ ഒരു കാഴ്ചപ്പാടുണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ എനിക്ക് നേതാവ് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ വാക്ക് സൃഷ്ടികളുടെ കൂട്ടത്തിൽ വഹയി കിട്ടി നമ്മോട് സംസാരിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേത് മാത്രമാണ്. ഞാനതിന്റെ മുമ്പിൽ വലുതല്ല, എന്റെ ബാപ്പ വലുതല്ല, എന്റെ ഉമ്മ എനിക്ക് വലുതല്ല. അതേ, ഒരു നേതാവും വലുതല്ല, ഒരു രാഷ്ട്രനായകരും വലുതല്ല, ഒരു രാജാവും എനിക്ക് വലുതല്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാളും വിശ്വാസികൾക്ക് കടപ്പെട്ടവരാണ് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, ആ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നിമാര് നമ്മുടെ ഉമ്മമാരാണ്, ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാക്കളാണ്. അതേ, സ്വന്തത്തെ കഴിച്ചാൽ എന്റെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ ലോകത്തതാ ഇനി ആരെയാണ് പിന്നെ നോക്കേണ്ടത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാകൂല, സമ്പൂർണമായ വിശ്വാസിയാകില്ല. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇവിടുന്ന് പറയാണ്, ഞാനായിരിക്കണം നിങ്ങളുടെ മഹ്ബൂബ്, ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം. ആരേക്കാൾ? സ്വന്തത്തെക്കാൾ അവിടെ ആയത്തിൽ പറഞ്ഞു. ഇനിയോ മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, സന്താനത്തെക്കാൾ, സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും എനിക്കിഷ്ടപ്പെട്ട ഹബീബ്. അതേ, എല്ലാവരുടെ വാക്കിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന വാക്ക്. ആർക്കെന്തഭിപ്രായമുണ്ടെങ്കിലും അവരുടെ എല്ലാം മേലെ ഞാൻ കാണുന്ന അവസാനത്തെ വാക്ക് അതെനിക്കിഷ്ടമല്ലായിരിക്കാം, എന്റെ ബാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരിക്കാം, ലോകത്ത് പലർക്കും ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ നേതാവങ്ങ് പറഞ്ഞു പോയാൽ പിന്നെ സമിഅനാ, കേട്ടിരിക്കുന്നു, വഅതഅനാ, മനമില്ലാ മനസ്സോടെ അംഗീകരിച്ചിരിക്കുന്നു എന്നല്ല, സമ്പൂർണ്ണ മനസ്സോടെ. ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. പരിപൂർണമായ നിലക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഈ
അംഗീകാരത്തിന് മനസ്സുള്ളവനെ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. മറിച്ച് അവിടുന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരാശയത്തെ ആരെങ്കിലും എതിർത്താൽ, പരിഹസിച്ചാൽ, ഏതെങ്കിലും നിയമത്തോട് അഹങ്കാരം കാണിച്ചാൽ, ഏതെങ്കിലും ഒരു നിയമത്തോട് അഹന്ത നടിച്ചാൽ, അവിടുന്ന് പഠിപ്പിച്ച നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്ന ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശഫാഅത്തിന്റെ ഹദീസുകളാണെങ്കിലും, മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന തുലാസിനെ കുറിച്ച് വന്ന ഹദീസാണെങ്കിലും, അതേപോലെ തന്നെ അവിടെ പ്രത്യേകമായി സ്ഥാപിക്കപ്പെടുന്ന അതേ ഹൗലുൽ കൗസറിനെ കുറിച്ചുള്ള ഹദീസുകളാണെങ്കിലും, സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ഹദീസുകളാണെങ്കിലും, അതൊക്കെ സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞ് ഹദീസുകളായിക്കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും തള്ളുന്നുവെങ്കിൽ, സഹോദരാ, പടച്ച റബ്ബാ പറയുന്നത് ഈമാൻ പരിശോധിക്കണേ. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്, അവിടുത്തെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കട്ടെ. അവർക്ക് ഫിത്തിന ബാധിക്കുന്നത്, വേദനയേറിയ ശിക്ഷ വല്ലതും അവർക്ക് ബാധിക്കുന്നത് അവര് സൂക്ഷിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ മുസ്ലിം ലോകത്തേക്ക് ക്രോഡീകരിച്ച് തരാൻ വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ ചെലവഴിച്ച, ഒരുപാട് മാൻ പവറുകൾ ചെലവഴിച്ച്, അതേ ഒരു ദിക്കിൽ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി. എന്റെ ഒരു വാക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ അതേ അവന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രൂപത്തിലുള്ള ആശംസയർപ്പിച്ചല്ലോ. അവരുടെ മുഖത്തിന് പ്രകാശം തന്നെ. ആ നിലക്ക് യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തോട് കൂറ് പുലർത്തി ജീവിക്കുന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം പ്രശോഭിക്കുന്ന മഹ്ശറാണ്. ആ നബിതങ്ങളുടെ ചര്യകളെ, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞ് ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ കൊണ്ടുവന്ന സർവ്വബിദഈ കക്ഷികളുടെയും മുഖങ്ങൾ കറുത്തിരുളുന്ന ദിവസമാണ്. അതേ അവിടുത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട്, ആ മഹ്ശറിന്റെ വലിയ ഭീകരതയെ ഓർത്തുകൊണ്ട് ചിന്തിക്കുന്ന സഹോദരാ, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തോട് ആർക്കെങ്കിലും വല്ല കിബറും തോന്നിയാൽ, ബുഖാരി പറഞ്ഞാലും ഇനി ബുഖാരിയല്ല വേറെ ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ പവിത്രമായ ആയിരക്കണക്കിന് ഹദീസുകൾ എത്തിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര് തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ അറിയാത്തവര് പോലും ആ മഹാനായ നേതാവിന്റെ ഹദീസുകളെ കുപ്പയിലേക്ക് വലിച്ചെറിയണമെന്ന്, അത് തട്ടിക്കളയണമെന്ന്, അത് അംഗീകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് പരിശോധിക്കണേ. ഈമാനാണ് പരിശോധിക്കേണ്ടത്. ആലോചിക്കണം, കിബറിന്റെ മനസ്ഥിതി നമുക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ഒരു സുന്നത്ത് പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച ഒരാശയം ഞാൻ ചെയ്യാതിരിക്കുന്നതും ഞാൻ ആ കാര്യത്തെ പരിഹസിക്കുന്നതും കിബറോടെ അതിനെ തട്ടിക്കളയുന്നതും തമ്മിൽ രണ്ടാണ് വീക്ഷണം. മനസ്സിലാക്കണം, രണ്ടാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വീക്ഷണങ്ങൾ. ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, ആ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ചെയ്യാത്തതിന്റെ ശിക്ഷയെ എനിക്ക് കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ അത് ചെയ്യുന്നവനെ ഞാൻ പിന്തിരിപ്പിച്ചാലോ, അതൊന്നും വേണ്ടടാ എന്ന് പറഞ്ഞ് കിബറോടെ സംസാരിച്ചാലോ, അത് ചെയ്യുന്നവനെ വളരെ മോശക്കാരനായി തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചാലോ, അതേ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ, ഈ ആദർശത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ അതേ പലതിനെക്കുറിച്ചും സ്റ്റേജ് കെട്ടി സംസാരിക്കുന്നുണ്ട്, പലയിടത്ത് വെച്ചും സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, ആരോടും പക കൊണ്ട് പറയുകയല്ല, വിദ്വേഷം കൊണ്ടല്ല. ഈമാൻ നന്നാക്കണേ. ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ സദസ്സിൽ വെച്ച്
നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണെ ഒരു സ്വഹാബിയത ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നബി തങ്ങൾ കാണുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇസ്ലാമിൽ ഇതിന്റെ ഗൗരവം ശ്രദ്ധിച്ചോളണം. നമുക്കിന്നതൊരു വലിയ വിഷയമല്ലല്ലോ. എന്താ അങ്ങനെ ഇടത്തെ കൈകൊണ്ട് കുടിച്ചു പോയാ എന്താ ഇത്ര വലിയ പ്രശ്നം? ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ വൃത്തിയുടെ എതിരായിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ ചാറും കറിയും ഒക്കെ പിടിച്ച കൈകൊണ്ട്, അതേ ആ ഗ്ലാസ് ഇടത്തെ കൈ വലത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് വൃത്തിഹീനമാക്കാറില്ലേ എന്നൊക്കെ യുക്തിവാദം പറയുന്ന കക്ഷികളില്ലേ? ചിന്തിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ സംഭവം. ഈ മനുഷ്യൻ ഇടത്തെ കൈകൊണ്ട് തിന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറയുന്നു, കുൽ ബിയമീനിക്, കുൽ ബിയമീനിക്, വലത്തെ കൈകൊണ്ട് തിന്നു സഹോദരാ, വലത് കൈകൊണ്ട് ഭക്ഷിക്കൂ. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട മുഅ്മിൻ എന്താ വേണ്ടത്? ഞാൻ കേട്ടു, ഞാൻ അംഗീകരിച്ചു എന്ന വിനീത ഭാവത്തിന് ബദലായിക്കൊണ്ട് ഈ മനുഷ്യൻ ഒരൊറ്റ വാക്ക് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരൊറ്റ കമന്റാണ്. എന്താ പറഞ്ഞത്? ലാ അസ്തതീഅ്, എനിക്ക് കഴിയൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന നിലക്ക് സംസാരിച്ചു. വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോ എനിക്കതിന് സാധ്യമല്ല എന്ന മട്ടിലങ്ങ് അല്പം പുച്ഛത്തോടെ സംസാരിച്ചപ്പോൾ കാരുണ്യത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് ഉടനെ റബ്ബിന്റെ വഹയോടുകൂടി സംസാരിച്ചു പോകുന്നത് എന്താണ്? എങ്കിൽ ഇനി നിനക്ക് കഴിയൂല, ഇനി നിനക്ക് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണത്. ചിന്തിച്ചോ നിങ്ങൾ, മനസ്സിലാക്കിയോ? ആ സംഭവത്തിന് ദൃക്സാക്ഷികളായ സ്വഹാബിമാര് പറയുന്നത് കേട്ടോ. ഹദീസിന്റെ ബാക്കി ഭാഗം, വമാ മനഅഹു ഇല്ലൽ കിബ്റു, കിബ്റല്ലാതെ ആ മനുഷ്യനെ തടഞ്ഞില്ല. വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോ കിബറോട് പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല എന്ന് മുഖത്തടിച്ചുകൊണ്ട് മറുപടി പറയുന്നു. നേതാവിനെ മാനിക്കാതെ ആ വാക്ക് കേട്ടാൽ അംഗീകരിക്കുന്നതിന് പകരം എനിക്ക് പറ്റൂല എന്ന അവന്റെ യുക്തിവാദം, അവന്റെ കിബർ സമ്മതിക്കാതെ ഇടത്തെ കൈകൊണ്ട് തന്നെ കുടിച്ചപ്പോൾ, തിന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു എങ്കിൽ ഇനി നിനക്ക് കഴിയാതിരിക്കട്ടെ. ആ സംഭവം കേട്ടിട്ട് സഹാബിമാര് പറയുന്നു, ഫമാ റഫഅഹാ ഇലാ ഫീ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്ക്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മമാരോടും സഹോദരന്മാരോടും ഞാൻ വിനയത്തോടെ എന്നോടെന്ന പോലെ പറയട്ടെ, ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളോടും അത് സ്വഹീഹായി വന്നു കിട്ടിയതാണെങ്കിൽ പുച്ഛം വേണ്ട, പരിഹാസം വേണ്ട, യുക്തിവാദം നിരത്തണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കിബറോട് വർത്തിച്ച ഈ മനുഷ്യന്റെ കൈ പിന്നെ എന്തായി? ആ വലത്തെ കൈ പിന്നെ മരണം വരെ ആ മനുഷ്യന്റെ വായിലേക്ക് ഉയർന്നിട്ടില്ല. കൈയങ്ങ് വടി പോലെയായി, കൈ പിന്നെ പൊക്കാൻ സാധ്യമല്ല. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂക്ഷിച്ചോളണേ ഉമ്മമാരെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യുമ്പോ, ഹദീസുകളിൽ വന്ന നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോ അയ്യേ ഇതെന്തൊരു നിയമമാണ്, അയ്യേ ഇതെന്തൊരു കേൾക്കാൻ കൊള്ളാത്ത കാര്യമാണ്, ഹബീബ് പഠിപ്പിച്ചതെന്ന് തെളിഞ്ഞ മാനദണ്ഡങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരൊറ്റ സംഭവത്തെക്കുറിച്ചും പുച്ഛിച്ച് സംസാരിച്ചുകൂടാ, കളിയാക്കിക്കൂടാ, അഹന്ത തോന്നിക്കൂടാ. ശിക്ഷ വരും എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ആ മനുഷ്യന്റെ കയ്യങ്ങ് കുഴഞ്ഞുപോയി. ഹദീസുകളോട്, ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തോട് പുച്ഛവും കിബറും കാണിച്ചാൽ ദുനിയാവിൽ തന്നെ വരമ്പത്ത് നിന്ന് കൂലി കിട്ടും എന്ന ഏറ്റവും വലിയ പാഠം ഇതിലുണ്ടെന്ന് ഞാൻ എന്നെയും ഓർമ്മിപ്പിക്കുന്നു, എന്റെ മുഴുവൻ ശ്രോതാക്കളെയും ഓർമ്മിപ്പിക്കുന്നു. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്താ ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നമ്മളോടുള്ള വലിയ പ്രശ്നം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടില്ലേ എന്തൊരു കോലമാണ് ഇസ്ലാമിനെ ഇങ്ങനെ വൃത്തികേടാക്കിയില്ലേ? ജമാഅത്തുകാരൻ അവന്റെ പ്രബോധനത്തിൽ എഴുതിവിട്ടു, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും
ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേറിട്ട് നിർത്തുന്നു. എന്താ പറഞ്ഞത്? സലഫികളാകുന്ന നമ്മൾ മുത്തശദ്ദിദുകളാണ് പോലും, തീവ്രവാദികളാണ്. നമുക്ക് ഉലുവാണ് പോലും, നമ്മൾ അതിര് കവിയുന്നു പോലും, അതേ പരിധി വിട്ടുകൊണ്ട് അവിടെ കണ്ടം ചാടുകയാണ് പോലും. പറഞ്ഞിടത്തല്ല നിൽക്കുന്നത്, ഭക്തി മൂത്തിട്ട് അപ്പുറത്തേക്കാ പോകുന്നത് എന്ന് ഓ ജമാഅത്തുകാരാ പ്രബോധനത്തിൽ എഴുതിവിട്ടില്ലേ? ആരെയാ പരിഹസിച്ചത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. അതേ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കൂ, അവിടെയുള്ള പ്രത്യേകമായ കന്തൂറ എന്ന് പറയുന്ന ആ ഉടുപ്പിടുന്ന പല അറബി സഹോദരങ്ങളും അവരുടെ മുട്ടിന്റെ താഴെ കണങ്കാലിന്റെ അവിടം വരെ മാത്രം ആ വസ്ത്രം ധരിക്കുന്നവരാണ്. എത്രയോ ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമുക്കൊന്നും അത്ര വലിയ ഒരു ഫദ്ലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ തുടക്കം തന്നെ എവിടെയാണ്? അതേ നെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നതിന്റെ വിധി എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്റത്തുൽ മുഅ്മിനി ഇലാ നിസ്ഫി സാഖി, ഒരു മുഅ്മിനിന്റെ ഉടുതുണി എന്ന് പറയുന്നത് ഇലാ നിസ്ഫി സാഖ്, അവന്റെ കണങ്കാലിന്റെ പകുതി വരെയാണ്. അതാണ് ശ്രേഷ്ഠം. ശ്രേഷ്ഠം അതാണ്. അതാണ് ഏറ്റവും ഉത്തമം. ആ ഉത്തമമൊന്നും ചെയ്യാൻ നമുക്ക് അതേ തൗഫീക്ക് കിട്ടാതെ പോയി. അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാണ്. എന്നാലോ ഫമാകാന ഇലൽ കഅബി ഫലാ ബഅസ, നെരിയാണി വരെ വെത്തുകയാണെങ്കിൽ അത് തരക്കേടില്ല എന്ന് പറയാം. എന്നാലോ വമാകാന തഹ്തൽ കഅബി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ വന്നാലോ അത് നരകത്തിൽ തന്നെ. അപ്പൊ മുഅ്മിനിന്റെ തുണിയുടെ അവന്റെ തുടക്കം തന്നെ എവിടുന്ന? മുട്ടിന് താഴെ തന്നെയാണ്. മുട്ടിന് താഴെ കണങ്കാലിൽ തന്നെയാണ് അഫ്ദലായ രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. മാക്സിമം നീട്ടാവുന്നതിന്റെ പരിധിയാണ് നെരിയാണി വരെ. അതിലും താഴെയായാൽ ഓവറായി പോയി, നരകത്തിലായി. ഏറ്റവും മേലെയാക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. നെരിയാണിക്ക് മീതെ ഒന്ന് കയറ്റാൻ സാധിച്ചാൽ അത് പെൻസാണെങ്കിലും ഏതാണെങ്കിലും ഭാഗ്യവാന്മാര് തന്നെ. അവര് ഉലുവുള്ളവരല്ല, അവര് അതിര് കവിഞ്ഞവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണല്ലോ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ തീരുമാനങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്ക് തന്നെ അതങ്ങ് അനുസരിക്കാൻ തയ്യാറുള്ള സ്വഹാബിമാര്. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങളാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ സ്നേഹം സമ്പൂർണമായിരിക്കണം. ആ സ്നേഹവും ആദരവും ശരിയായിരിക്കണം. അതേ ഹദീസിൽ കാണാം, ജമാഅത്തുകാരൻ ഇത് പഠിച്ചിട്ടില്ല. ഒന്നുകിൽ അവൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൻ കണ്ടമട്ട് അനുഭവിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരാളോട് ചോദിക്കുന്നു, അമാലക ഫിയ ഉസ്വ, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? നിനക്ക് എന്നിൽ മാതൃകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹാബി അതാ ഫനദർതു, ഞാനൊന്ന് നോക്കി അവിടുത്തെ തുണിയിലേക്ക്. ഫൈദാ ഇസാറുഹു ഇലാ അൻസാഫി സാഖൈ, അവിടുത്തെ ഉടുതുണിയതാ കണങ്കാലിന്റെ ആ പകുതിയോളമേ കാണുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം, നിഅമർ റജുലു ഖുറൈമുൽ അസദി. ഖുറൈമുൽ അസദി എന്ന് പറയുന്ന സഹാബി, ഖുറൈമുൽ അസദി എന്ന് പറയുന്ന സഹോദരൻ എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ല മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ചെറിയ ചില തകരാറുകളുണ്ട്. എന്താണ് ആ തകരാറുകൾ പറയുന്നത്? ഗൗരവമുള്ള തകരാറ് തന്നെ, ഗൗരവമാണ്. അത് ചെറിയതല്ല എന്ന് ധ്വനിപ്പിക്കാൻ അവിടുന്ന് പറയുന്നു, ലൗലാ ഖൗലു ജുമ്മതിഹി വഇസ്മാലു ഇസാരിഹി, മുടിയതാ ചെവിക്കുന്നിയുടെയും താഴെ ഇങ്ങനെ നീട്ടി വളർത്തുന്നു, അതൊന്ന് വെട്ടിക്കൂടെ? വഇസ്മാലു ഇസാരിഹി, തുണിയതാ വലിച്ചഴച്ച് നടക്കുന്നു. ഇത് രണ്ടുമില്ലെങ്കിൽ ഖുറൈം എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹുവിന് ആ സംസാരം എത്തുകയാണ്. അത് കേട്ടപ്പോൾ
അദ്ദേഹം ദേഷ്യം പിടിച്ചില്ല, യുക്തിവാദം പറഞ്ഞില്ല, കിബിർ തോന്നിയില്ല. ഈമാനുള്ളവന്റെ ലക്ഷണമാ പറയുന്നത്. അള്ളാന്റെ റസൂല് തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഫഅജ്ജല, അദ്ദേഹം ധൃതിപ്പെട്ടുകൊണ്ട് എവിടേക്ക് പോയി? ഫഅഖദ ശഫറത്തൻ, ഒരു കത്തിയങ്ങെടുത്തു. അതേ, ഫഖതഅ ബിഹാ ജുമ്മതഹു ഇലാ ഉദ്നൈ, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ, സുന്നത്തിന് വിരുദ്ധമാകാത്ത നിലക്ക് തന്നെ, അതേ ആ ഉദ്നിന്റെ താഴേക്ക് തൂങ്ങിയിട്ടുള്ള കുടുമാ മുടിയങ്ങ് മുറിച്ചു കളഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. വറഫഅ ഇസാറഹു ഇലാ അൻസാഫി സാഖൈഹി, അദ്ദേഹത്തിന്റെ കണങ്കാലിന്റെ പകുതിയോളം മുണ്ടങ്ങ് പൊക്കി ഉടുത്തു. ഇതാണ് മുസ്ലിമിന്റെ ഈമാനിന്റെ ഏറ്റവും വലിയ ആ ഒരു വലിയ മഹാത്മ്യത്തിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയവരുടെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ലാഹു നമുക്കൊക്കെ വിനീതമായ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസുകളോടും ഒരു സുന്നത്തിനോടും, ഓ ജമാഅത്തിന്റെ സഹോദര, ജമാഅത്തുകാരാ, നിങ്ങൾ എന്താ പരിഹസിച്ചത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്ന് പറഞ്ഞില്ലേ? അതേ, ഇനി ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമം, കത്തി തൊടാത്ത താടിയെന്നും കത്രിക തൊടാത്ത ബ്ലേഡ് തൊടാത്ത താടിയെന്നും പറഞ്ഞു പരിഹസിക്കുന്നത് ആരെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെയാണോ? അവിടുന്ന് പഠിപ്പിച്ച നിയമത്തെയാണോ? എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ആദർശങ്ങളോട് ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്കതിന്റെ ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടില്ലെന്നതേ വരികയുള്ളൂ. ഏറിയാൽ അതേ അവസരത്തിൽ അത് ചെയ്യുന്നവനെ പിന്തിരിപ്പിച്ചാലോ, അത് ചെയ്യുന്നവനെ കളിയാക്കിയാലോ, അത് ചെയ്യുന്നവനെ പരിഹസിച്ചാലോ ശിക്ഷ പിടികൂടാൻ അധികം താമസം വരില്ല കേട്ടോ. ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അറബിക് കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിലും അവൻ തുണി കയറ്റി ഉടുക്കുന്നത്, അവൻ പാന്റ് കയറ്റി ഉടുക്കുന്നത്, നെരിയാണിക്ക് താഴെ പോകാതെ അതങ്ങ് മുറിച്ച് കളയുന്നത് ഒരിക്കലും അമിതത്വമല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അത് അരോചകമാണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഈ ഒരു നിയമത്തെ പരിഹസിക്കുമ്പോൾ ആരെയാ കളിയാക്കുന്നത്? അള്ളാന്റെ നിയമത്തെയാണോ പരിഹസിക്കുന്നത്? അവന്റെ റസൂലിനെയാണോ പരിഹസിക്കുന്നത്? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ചോദിക്കൂ നബിയേ, അള്ളാനെയാണോ പരിഹസിക്കുന്നത്? അവന്റെ ആയത്തുകളെയാണോ പരിഹസിക്കുന്നത്? അവന്റെ റസൂലിനെയാണോ പരിഹസിക്കുന്നത്? എന്തേ ഇതൊക്കെ പരിഹസിക്കാൻ കാരണം? ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്, ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ്. അല്ലാഹ് ഇറക്കിയതിനോടെന്തോ ഒരു പുച്ഛം, അല്ലാഹ് ഇറക്കിയ നിയമത്തോടെന്തോ ഒരു പരിഭവം, അല്ലാഹ് ഇറക്കിയ നിയമത്തോടെന്തോ ഒരു പരിഹാസം, ഒരു വെറുപ്പ്. അതേ, സംഭവിക്കാൻ പോകുന്നത് നിയമത്തിന്റെ പാട്ടിലവിടെ ജാജ്വല്യമാനമായി നിലനിൽക്കും. അത് പ്രവർത്തിക്കുന്നവൻ അത് പ്രവർത്തിച്ച് പുണ്യം നേടും. പക്ഷേ ഇതിനോട് വെറുപ്പ് കാണിച്ചവന്റെ കാര്യം ഫഅഹ്ബത അഅ്മാലഹും, അവരുടെ അമല് പൊളിഞ്ഞുപോയി. ഇസ്ലാമിന്റെ നിയമങ്ങളെ പുച്ഛിച്ചാൽ, ഓ ജമാഅത്തുകാരാ, യുക്തിവാദക്കാരേ, ഇസ്ലാമിന്റെ നിയമങ്ങളോട് കളിച്ചാൽ അമല് പോയി, പൊളിഞ്ഞു പോയി. അതുകൊണ്ട് എന്താ പിന്നെ ചെയ്യേണ്ടത്? നോക്കൂ, ആദ്യത്തെ ഒരു സംഭവത്തിൽ ഈ വ്യക്തി കിബിർ കാണിച്ചപ്പോൾ കൈകൊഴഞ്ഞു പോയി എന്നാണ് സംഭവമെങ്കിൽ, മറിച്ച് വിശ്വാസികളുടെ സമീപനം എന്താ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവവും കൂടി ഞാൻ നിങ്ങളോട് അതിന്റെ മറുവശമായി കേൾപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അതാ അവിടുത്തെ സദസ്സിൽ വെച്ച് ഒരു സഹാബിയെ കാണുകയാണ്. ആ സഹാബിയുടെ കൈയിന്റെ വിരലിലതാ പൊന്നിന്റെ മോതിരമുണ്ട്. സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന ചെറുപ്പക്കാരെ, അമ്മായി ഇട്ട് തന്ന മോതിരമാ, എളാപ്പ ഇട്ട് തന്നതാണ്.
ഇളയമ സ്നേഹത്തോടെ ഇട്ട് തന്നതല്ലേ എന്ന് പറഞ്ഞ് പുതിയാപ്പള ചമയുന്ന പന്തലിൽ വെച്ച് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും പൊന്നിന്റെ മോതിരം അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഓ പുതിയാപ്പിളമാരെ, അതാണ് ഈ കാണുമ്പൽ കൊള്ളുന്ന അമ്മായിമാരെ, അതിന് അതേ ജയ പാടുന്ന യുക്തിവാദക്കാരെ, ഓ പൊന്നിന്റെ മോതിരം അങ്ങ് ധരിക്കുമ്പോഴേക്ക് തകർന്നു വീഴുമോ ഇസ്ലാം? ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വർണത്തിന്റെ മോതിരം അങ്ങ് കണ്ടപ്പോൾ ഫനസഅഹു ഫതറഹു, ആ മോതിരം വലിച്ചൊരറ്റേറങ്ങ് കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും ഈ പറഞ്ഞ സഹാബിയുടെ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. സ്വർണത്തിന്റെ മോതിരം അങ്ങ് ഊരിയിട്ട് ഒരറ്റേറങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ടൊരു ചോദ്യമാണ് ഹബീബിന്റെ ചോദ്യം. എന്താണ്? എന്നെയും നിങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചോദ്യം. يعمد أحدكم إلى جمرة من نار فيجعلها في يده, നിങ്ങളിൽ ഒരാൾ ഒരു തീക്കട്ട കയ്യിലെടുത്തിട്ട് അത് വെക്കാൻ ഇഷ്ടപ്പെടുമോ? ഒരു തീയുടെ കട്ടയെടുത്ത് കയ്യിലണിഞ്ഞ് നടക്കുന്നത് ഇഷ്ടമാണോ? നിലപാടെന്താ സ്വഹാബിമാരെ? ഇതും പറഞ്ഞ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമത്തെ എതിര് കണ്ടപ്പോ, ആ സുന്നത്തിനെ ധിക്കരിച്ചത് കണ്ടപ്പോ, ഒരു ഹറാമ് കണ്ടപ്പോ ആ വേദി വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ആ വേദി വിട്ട് ഹബീബ് ഇറങ്ങിപ്പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പോയപ്പോൾ ഈ സഹാബിയോട് മറ്റുള്ളവർ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻതഫിഉ ബിഹി, ആ മോതിരെടുത്തോ. നമ്മൾ പറയില്ലേ, ആ മോതിരെടുത്തോളൂ, എന്നിട്ട് ഇൻതഫിഉ ബിഹി, അതുകൊണ്ട് നീ ഉപയോഗിച്ചോന്നല്ല, ഉപകാരം എടുത്തോ. ഇങ്ങനെ ഉപകാരം എടുക്കല് പെണ്ണുങ്ങൾക്ക് ധരിക്കാലോ, വീട്ടിലുള്ളവർക്ക് കൊടുക്കാലോ, നമുക്കല്ലേ പാടില്ലാത്തതുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ സഹാബിയുടെ മറുപടി കേട്ടോ, ആ സഹാബിയുടെ മറുപടി കേട്ടോ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി ലാ ആഖുദുഹു അബദാ വഖദ് തറഹഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല, ഇനി ഞാൻ ആ മോതിരം എടുക്കൂല. എന്റെ നേതാവ് വലിച്ചെറിഞ്ഞ സാധനം ഇനി എനിക്ക് വേണ്ട. കണ്ടോ, ആ മോതിരം എടുക്കുന്നതിലെന്താ തെറ്റ്? അണിയുന്നതിലല്ലേ തെറ്റുള്ളൂ. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ ദേഷ്യം പിടിച്ച് വലിച്ചെറിഞ്ഞൊരു സാധനം ഇനി എനിക്ക് വേണ്ട എന്ന് പറയാൻ മാത്രം ഈമാനുള്ള, തവാദുള്ള, വിനീതത്വമുള്ള സഹാബിമാർ അന്ന് കഴിഞ്ഞുപോയി. ഇപ്പൊ രണ്ട് രംഗങ്ങളും നിങ്ങൾ കേട്ടില്ലേ? അവരതൊക്കെ വലിയ ഗൗരവത്തോടെ കണ്ടത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. കുത്തേറ്റ് കിടക്കുമ്പോഴാണ് ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത്. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന് അതൊരു നിസ്സാര വിഷയമായിട്ട് തോന്നിയില്ല. അവിടുന്ന് പറഞ്ഞു, മോനെ മോനെ, കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയണം, മോനെ നിന്റെ വസ്ത്രം കയറ്റി ഉടുക്കൂ. ഫഇന്നഹു അൻഖാലി സൗബിക, നിന്റെ വസ്ത്രത്തിന് പരിശുദ്ധിക്ക് നല്ലതാണ്. വഅത്ഖാലി റബ്ബിക, നിന്റെ റബ്ബിനെ ഏറ്റവും ഏറ്റവും നീ തഖ്വയുള്ളവനായി നിലനിൽക്കാൻ അതാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പൊ ഇതാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ നിയമങ്ങളോട്, അല്ലാഹു പഠിപ്പിച്ച നിയമങ്ങളോട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളോട് മുസ്ലിമിനുണ്ടായിരിക്കേണ്ടത് ഈ നിലക്ക് അവിടുത്തെ കളങ്കപ്പെടുത്തുന്നതൊന്നും പറഞ്ഞു പോകരുത്, അതേ സംസാരിച്ചു പോകരുത്, ഇടപെട്ട് പോകരുത്. എന്നാലോ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടതാ ചില കക്ഷികൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമുള്ളത്, ഞങ്ങൾക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആദരവുള്ളത് എന്നും പറഞ്ഞ് അവിടുന്ന് പഠിപ്പിക്കാത്ത കുറെ കള്ളത്തരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരിവിടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത വാക്കുകൾ അവിടുത്തെ വാക്കുകളായിട്ട് പറയാ, അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്ത വാക്കുകൾ അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞു പ്രചരിപ്പിക്കുക. ആയിരക്കണക്കിന് കള്ള ഹദീസുകൾ സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നു. കള്ള ഹദീസുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വഹീഹായ ഹദീസുകളുടെ നേരെ ആരും കൊഞ്ഞനം കുത്തണ്ട. രണ്ടും രണ്ടാണ്. വ്യാജ ഡോക്ടറെ ചൂണ്ടിയിട്ട് ഒറിജിനൽ ഡോക്ടറെ പരിഹസിക്കണ്ട. വ്യാജ നബിമാരുടെ കഥ പറഞ്ഞ് ഇസ്ലാമിന് വെളിച്ചം പകർന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ മേലെ ഒരു വിമർശകനും കുതിര കയറണ്ട. രണ്ടും രണ്ടായി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണ് മുസ്ലിമീങ്ങൾ, ബുദ്ധിയുള്ളവരാണ് മനുഷ്യന്മാർ.
അതുകൊണ്ട് കള്ളച്ചരക്കുകൾ ഈ സമൂഹത്തിൽ ഒരുപാടതാ ബിദ്അത്തിന്റെ കക്ഷികൾ കൊണ്ടുവരുന്നു. അവരുടെ ശിർക്കിന് തെളിവായി കൊണ്ട് കള്ളഹദീസുകൾ ഓതുന്നു. ദുർബലമായ പുൽക്കൊടികൾ അവർ കൊണ്ടുവരുന്നു. അങ്ങനെയതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവർ കൊണ്ടുവന്നു. അവിടുത്തെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത വാക്ക് അവിടുത്തെ വാക്കായി പറയാൻ പാടില്ല. അവിടുന്ന് ചെയ്യാത്ത പ്രവൃത്തി അവിടുത്തെ പേരിൽ ആരോപിക്കാൻ പാടില്ല. അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലാത്തത് അവിടുന്ന് അംഗീകരിച്ചു എന്ന് പറയാൻ പാടില്ല. ഇതുപോലെ തന്നെ അവിടുത്തെ ആസാറുകളല്ലാത്ത അവിടുത്തെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളല്ലാത്തതിനെ കുറിച്ച് അത് അവിടുത്തെ അവശിഷ്ടമാണ് എന്ന് പറഞ്ഞ് വല്ല കള്ളന്മാരും രംഗത്ത് വരുന്നുവെങ്കിൽ അവനെ ഇരുത്തേണ്ടിടത്തിരുത്താൻ മുജാഹിദുകൾ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാന്റെ മുടിയാണ്, ഇത് റസൂലുള്ളാന്റെ വടിയാണ്, ഇത് റസൂലുള്ളാന്റെ മെതിയടിയാണ്, ഇങ്ങനെ മുടിയും വടിയും മെതിയടിയുമാണെന്ന് പറഞ്ഞിട്ട് അതേ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കള്ളന്മാര് രംഗത്ത് വന്നു. അവരൊരു മുടിയുമായിട്ട് വന്നു. ഏതോ പെണ്ണിന്റെ മുടിക്കെട്ടിൽ എന്ന് വലിച്ചെടുത്ത ഒരു മുടി, അതിന് വളർച്ചയുണ്ടെന്ന് പറഞ്ഞു. അതേ ഇങ്ങനെ വളരുകയാണ്, പിളരുകയാണ്. അതേ അവരുടെ കേന്ദ്രത്തിൽ സൂക്ഷിച്ച മുടി ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ അവരുടെ ഭാഷയിൽ എണച്ചം പൊട്ടിയിരിക്കുകയാണ്, ശാഖോപശാഖകളായി വളർന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, സനദെവിടെ, സനദെവിടെ? ഇന്ന് സനദ് എന്ന് പറഞ്ഞ മനോരമയുടെ ലേഖകൻ ജോസഫിനും അറിയാം, മാതൃഭൂമിയുടെ കൃഷ്ണകുമാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. എന്താ ഈ സനദ് വേണം, സനദ് വേണം, അത്രത്തോളം ഫേമസ് ആയി പോയി സനദിന്റെ കാര്യം. അങ്ങനെ ആ കള്ളമുടിയുമായിട്ട് രംഗത്ത് വന്ന കക്ഷികൾക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിച്ചില്ല. പത്രക്കാര് പിടികൂടാതെ ചോദിച്ചു, സനദെവിടെ? അപ്പോൾ ഒരാള് പറഞ്ഞു, അടിരേഖയുണ്ട്. രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അവ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും, ഒരു ഡോക്യുമെന്റ്സിൽ അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവരോടല്ലേ ചോദിക്കേണ്ട? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണം. അടിരേഖ ഇപ്പോൾ കാണിക്കാൻ പറ്റൂല. ഇപ്പൊ പത്രക്കാര് ചോദിച്ചു, എന്നാ ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തൊരടിരേഖയാണോ എപ്പോഴാ പുറത്തിടുക? എന്നാ പിന്നെ അതൊന്ന് പുറത്തിട്ടുകൂടെ? അപ്പോൾ പറഞ്ഞു, അബൂദാബിയിലാണ്. ഇത് മലയോ പാറയോ ഒന്നുമല്ലല്ലോ, അബൂദാബിയിലെ പരമ്പരയൊന്ന് ഒരു ഫാക്സിലൂടെ വരുത്താമല്ലോ എന്ന് പത്രക്കാരന്റെ ചോദ്യം ചോദിച്ചപ്പോൾ, എന്നാ പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് ബന്ധപ്പെട്ടിട്ട് വേണമെന്നായി. അതങ്ങനെ പിരിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ ഈ ഹസ്റജി കുടുംബത്തിലെ തന്നെ ഒരാൾ വന്നിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സാധനമില്ല, അങ്ങനെ ഒരു ആധാറ് ഞങ്ങളുടെ പക്കലില്ല, അത് കളവാണെന്ന് സ്വന്തം കുടുംബത്തിൽ തന്നെ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹി എന്ന് ഖുർആൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം കുടുംബത്തിലെ ആള് തന്നെ സാക്ഷി പറഞ്ഞു നോക്കി. പക്ഷേ മുടിയന്മാര് മുടിയുടെ പിന്നാലെ തന്നെ പോയി അവസാനം ഷൈറേ മുബാറക് എന്ന് പറഞ്ഞിട്ട് തറക്കല്ലിടാൻ വേണ്ടി കൊഴുപ്പ് കൂട്ടി. ഷൈറേ മുബാറക് എന്ന് പറഞ്ഞ് തറക്കല്ലിടാൻ കൊഴുപ്പ് കൂട്ടി. എല്ലായിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അതേ വികൃതമായ നിലക്ക് ഹബീബിനെ പരിഹസിക്കുന്ന നിലക്ക് സന്യാസിമാർക്ക് പോലുമില്ലാത്ത മുടി, അതേ നല്ല വളർച്ചയുള്ള പെണ്ണിന്റെ മുടി
മുടി പോലുമില്ലാത്ത, അതിന് പോലുമില്ലാത്തത്ര നീളം, തെളിമ, അതിന്റെ ഒരു കറുപ്പ്, ആ നിലക്കുള്ള കാർക്കൂന്തലിന്റെ കെട്ടുകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച്, അതേ ഇത് ഹബീബിന്റെ മുടി തന്നെ എന്ന് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ പരിശോധകന്മാര് പിന്നാലെ കൂടി. പരിശോധന ബോംബെയിലെ തെരുവോളം വരെ എത്തി. അവിടെയുള്ള ഒരു തെരുവിലെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് വരെ തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത ഒരു തെരുവ് ഗുണ്ട, ജാലിയൻവാല എന്ന് പറയുന്ന, ഇതൊന്നും എന്റെ വാചകങ്ങളല്ല, അപ്പുറത്തുള്ള ആളുകൾ തന്നെ പരസ്പരം പ്രയോഗിക്കുന്ന പദങ്ങൾ ഞാൻ കടമെടുക്കുന്നു എന്ന് മാത്രം. ആ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചു. അതേ 5500 രൂപ അവിടെ കെട്ടിവെച്ചപ്പോൾ കൊണ്ടുപോയിക്കോ റസൂലുള്ളാന്റെ തിരുമുടി എന്ന് പറഞ്ഞ് 6-7 കഷ്ണം ഇവർക്കും കിട്ടി പോലും. 2 കൂട്ടർക്കും കിട്ടിയതൊന്നാണോ എന്നായി പിന്നത്തെ പൊല്ലാപ്പ്. അതേ എന്നായി ഈ പക്ഷം. എന്തേ കാരണം? കാന്തപുരം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ അവർക്കും ഒരു മുടി കിട്ടിയിട്ടുണ്ട് എന്ന് കാന്തപുരം സമ്മതിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി. 2 കൂട്ടരുടെ കയ്യിലുള്ള മുടിനാരും ഒന്ന് തന്നെ എന്നുറപ്പായി. അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം, എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുടിയും ഞങ്ങളുടെ കയ്യിലുള്ള മുടിയും ഒന്ന് പരിശോധനക്ക് വെച്ചുകൂടെ? പരിശോധനക്ക് വെക്കണം എന്ന് പറഞ്ഞു. പരിശോധനക്ക് വെച്ചാ പിന്നെ എന്താ നടക്കുകയാണ് എല്ലാവർക്കും അറിയാം. നേലില്ലെന്നാ പറയുന്നത്, നിഴൽ കാണുമെന്നുറപ്പ്. കത്തില്ലെന്നാണ് പ്രയോഗം, കരിഞ്ഞു പോകുമെന്നുറപ്പ്. ഈച്ചയിരിക്കില്ലെന്നാണ് പ്രയോഗം, തേൻ പുരട്ടിയാൽ ഈച്ചയും കൊതുകുമൊക്കെ വരും എന്നത് ഉറപ്പ്. പക്ഷേ ആ പരിശോധന നടക്കും എന്ന് വന്നപ്പോൾ, അതേ നാദാപുരത്ത് വെച്ചുണ്ടായതുപോലെ ഒരനുഭവം. നാദാപുരത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ പേരോട് സഖാഫി ഇങ്ങനെ ചോദിക്കും, അതേ നമ്മളിങ്ങനെ ചോദിക്കും, സനദെവിടെ, റിപ്പോർട്ട് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോ മറുപടി പറയാനില്ലാതെ ഇയാൾ അവസാനം പറഞ്ഞു, സനദ് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്, അത് തന്നെ പഴച്ചവന്മാരുടെ തെളിവാണ് എന്ന് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. ഇപ്പൊ പറയുന്നത് എന്താണ്? പരിശോധന നടത്തുന്നത് ഹീനമായ ശ്രമമാണ്, വിശ്വാസപരമായി തെറ്റാണ്. ആര്? ശൈഖുന. പരിശോധിക്കാൻ പാടില്ല. എന്താ പരിശോധന? അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറിനെ കത്തിക്കണമെന്നാണ് ചെറുശ്ശേരി പറയുന്നത്. അത് പ്രവാചക നിന്ദയാണ്. രണ്ടാമത്തെ പറയട്ടെ, അങ്ങനെ കത്തിച്ചാലേ ഇതൻ കത്തിപ്പോന്നാന്ന് ഇവന് പണി കഴിഞ്ഞല്ലോ ഇയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തിരിച്ചിട്ടാലേ ആ മോചനത്ത് കണ്ടൂടെ. അപ്പൊ തിരിച്ചിട്ട് അല്ലെങ്കിൽ കരിഞ്ഞാണ് പോവും. എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ഷാഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത് എന്തുകൊണ്ട്? ബുഖാരി മറിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികൾ വിഷം കൊടുത്തു. വിഷം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മൗജിദത്ത് കൊണ്ടത് അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വിചാരണ ചെയ്യുമ്പോ യഹൂദികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നബിയാണോ എന്ന് പരിശോധിച്ചു നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് യഹൂദികളാണ്. അതുപോലെ നബിയുടെ മുടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കരിക്കാമെന്ന് പറയുന്ന മദ്ഹബ് 4 മദ്ഹബുമല്ല. റസൂലുള്ളാഹിന്റെ മുടി കരിക്കുകയോ അങ്ങനെ പരിശോധിക്കണമെന്നില്ല എന്നാ പറയുന്നത്. ഓ മുസ്ലിയാരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മുടി വിവാദമുണ്ടായപ്പോൾ ആദ്യമായി നിങ്ങളുടെ മർക്കസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കേശമാഹാത്മ്യമെന്ന് പറയുന്ന പുസ്തകത്തിന് നിങ്ങളല്ലേ അവതാരിക എഴുതി കൊടുത്തത്? ആ പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, തർക്കമുള്ള കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് കത്തിച്ചു നോക്കിയിട്ടുണ്ടെന്ന്, തേൻപുരട്ടി നോക്കിയിട്ടുണ്ടെന്ന്, നേലുണ്ടോ എന്ന് സൂര്യപ്രകാശത്തിൽ വെച്ച് പരിശോധിച്ചിട്ടുണ്ടെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങളെന്തേ പത്രക്കാരോട് പറയുന്നതെന്ത്? അത് ഹീനമായ ശ്രമമാണ്, ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ല. ചോദിക്കട്ടെ, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പുസ്തകത്തിൽ കത്തിച്ചു പരിശോധിച്ചവർ റസൂലുള്ളാഹിനെ ഹീനമായി ഇടപെട്ടവരാണോ? റസൂലുള്ളാഹിനെ നിന്ദിച്ചവരാണോ? ആ പരിശോധന നടത്തിയ മുൻഗാമികൾ മുഴുവനും റസൂലുള്ളാഹിന്റെ തിരുമുടിയോട് ഹീനമായി ഇടപെട്ടവരാണോ? വിശ്വാസപരമായി ഏറ്റവും വലിയ അബദ്ധം ചെയ്ത് നിന്ദിച്ച കക്ഷികളാണോ? മറുപടി പറയേണ്ടത് കാന്തപുരമാണ്. അത് നിങ്ങളുടെ കരാള യാത്രയിൽ എവിടെയെങ്കിലും പറഞ്ഞാലും മതി, അതും എന്റെ വാക്കല്ല.
അതും എന്റെ വാക്കല്ല, അപ്പുറത്തുള്ള വാക്കാണ്. ഏതായിരുന്നാലും ഏത് യാത്രയിൽ വെച്ചാണെങ്കിലും ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ എന്തായി അവസാനം? ഇപ്പൊ അവസാനം പറഞ്ഞു, ഞങ്ങളൊരു തർക്കത്തിനുമില്ല. എന്ത് നല്ല കുട്ടികൾ, ഞങ്ങൾ ഇനിയൊരു തർക്കത്തിനില്ല. മുടിവാദം അവസാനിച്ചു. ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇതുവരെ ഷെറേ മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് തറക്കല്ലിട്ട് നോക്കുമ്പോ മസ്ജിദുൽ ആസാർ എന്നായി. ആസാർ. അപ്പൊ മറുപക്ഷം പറയുന്നു ആസാറല്ല, അച്ചാറ് പള്ളി, മുടിയച്ചാറ് പള്ളി. അപ്പൊ മുടിയച്ചാറ് പള്ളിയാണ്. അപ്പൊ എന്തേ ആരുടെ ആസാറാന്ന് ടിയാനും വ്യക്താക്കണില്ല. കാരണം മൂപ്പരിക്ക് തന്നെ അറിയാം റസൂലുള്ളാഹിന്റെ മുടിയാണ്. ഇനി ആ ബാനറിലെങ്കിലും വേണ്ട, ആസാർ ആരുടെ ആവുമല്ലോ. അപ്പൊ പിൽക്കാലത്ത് ഇനി പലരുടെയും ആസാറുണ്ടാവും. ടിയാന്റെ തലപ്പാവ് പ്രദർശനത്തിനുണ്ടാവും, ടിയാന്റെ ഷൂസ് ഉണ്ടാവും, ഇനി ടിയാന്റെ വലിയ കാറും ചിലപ്പോ ഒരു ഭാഗത്ത് വെക്കും, ടിയാന്റെ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ വെക്കും. ആസാറുകളാ. ഇനിയോ ഈ ആസാറിന് തറക്കല്ലിട്ടുക എവിടെയാ? നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സ്റ്റേജിൽ തറക്കല്ലിടുന്ന കോലോ അതിലുമുണ്ട് ഞങ്ങൾക്ക് പുതുമ. എന്താ തറക്കല്ല്? മസ്ജിദുൽ ആസാറിന് തറക്കല്ലിടുകയാണ്. എങ്ങനെ? 40 ആളാ ശിലാന്യാസം നടത്തുന്നത്. 40 ആള്, 1-2 ആള്. നിങ്ങൾ എന്താ വിചാരിച്ച് 40 കോടിയുടെ പള്ളിക്ക് ഒരാൾ മാത്രം കല്ലിട്ട അതൊരു പോരായ്മയില്ലേ? 40 ആള് കല്ലിടണം. കല്ല് വെക്കുന്നതാരാ? 40 ആളുകൾ, നല്ല ഫിറ്റായ ആൾക്കാരാണ് ഈ തറയിടുന്നത്. ഇയാളെടുത്തു കൊടുത്ത ഈ കല്ലുകള് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് 40ാമത്തെ ആളും കൂടി ശിലാന്യാസം നടത്തിയാൽ അച്ചാറ് പള്ളിയുടെ ഒരു മോഡലിന് വരും. അതാണ് ഇതിന്റെ രൂപം. അങ്ങനെ ആ ശിലാന്യാസം നടത്തുമ്പോ ഒന്നാമത്തെ വ്യക്തി ഇയാൾ കൊടുത്ത ഈ കല്ല് ഏറ്റുവാങ്ങി ആദ്യം വെക്കുന്നത് ആരാ? ഉള്ളാള്. നല്ല ആളെന്നെ വെക്കണ്, നല്ല ഉഷാറാ. കാരണം ആരാ? മൂപ്പരിക്കുള്ള വസ്തു എന്താ? ഇന്ന അള്ളാഹ്ക്ക് പേടിയാന്ന് പറഞ്ഞ ആളാ. മനസ്സിലാക്കുന്നത്? പണ്ഡിതന്മാരെ അള്ള പോലും ഭയപ്പെടുന്നുണ്ട് എന്ന് എഴുതി വെച്ച ആളാണ്, അഭിപ്രായം പറഞ്ഞ ആളാണ് ആര്? ഉള്ളാള്. അയാളെന്നല്ലേ ഈ അച്ചാറ് പള്ളിക്ക് തറക്കല്ലിടാൻ യോഗ്യൻ? അയാളെന്നെ അത് ആദ്യമായിട്ടിട്ട്. പിന്നെ അയാൾക്ക് വേറൊരു ക്വാളിഫിക്കേഷനും ഉണ്ട്. നല്ല ഉഷാറായിട്ട് ബാപ്പാ കുളിക്കും. മലപ്പുറത്ത് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും, സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ സ്കൂള് ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. ബാപ്പാ കുളിക്കണം. നല്ല ക്വാളിഫിക്കേഷൻ ആളാ. പ്രസിഡന്റ് അല്ലേ? ഒരിക്കൽ ചോദിച്ചു, മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിനെ കുറിച്ച് ചോദിച്ചു. മൂപ്പര് എവിടെയോ ഒരു സ്കൂള് പറഞ്ഞു. ആ സ്കൂള് കിട്ടാതായപ്പോ മൂപ്പര് പറഞ്ഞു, അന്റെ ബാപ്പന്റെ നാടാ സ്കൂള്. അതിന് ജനങ്ങളൊക്കെ തെക്കുബീറാണ് വിളിച്ചു. അല്ലാഹു അക്ബർന്ന്. ആരെ? മന്ത്രി സൂപ്പിയാ തോന്നുന്നു, എനിക്കറിയില്ല. സൂപ്പിയുടെ ബാപ്പാ കുളിച്ചപ്പോ എല്ലാരും അല്ലാഹു അക്ബർ, ഭയങ്കര. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമുള്ള ആളാണ് ആദ്യം കല്ലിട്ടത്. പിന്നെ അയാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്വന്തം ഉസ്താദിന്റെ അടുത്ത് കിട്ടിയ ഇൽമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആളാണ്. ഇപ്പൊ ജാഹിലുമാണ്. പിന്നെയോ ഉസ്താദ് കാഫറാണ് എന്ന് ഞാനല്ലടോ പറഞ്ഞത്, അത് മടവൂരാ പറഞ്ഞത്. അതിനിങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട. കഫറാ എന്ന് മൂപ്പരുടെ തിരുനാവ് കൊണ്ട് തന്നെ മൊഴിഞ്ഞ് കഫറാക്കും ചെയ്ത ആൾ. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പം അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തോന്നിച്ചെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിക്കതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. നല്ല യോഗ്യന്റെ കയ്യിൽ നിന്നാണ് കല്ല് കിട്ടിയത്. നല്ല യോഗ്യനാണ് ആദ്യമായിട്ട് വെച്ചത്. ഇനി അതിലൊരു യോഗ്യനുണ്ട്. അതാരാ? CM ഇബ്രാഹിം. അയാളാ ഒരു കല്ല് അയാളാട്ടിട്ടത്.
നിങ്ങളതൊക്കെ മനസ്സിലാക്കണം. ആ മുടിക്കെട്ടിടം വരുമ്പോ ഇവരുടെ ഒക്കെ കൈകൊണ്ട് വെച്ച കല്ലയിൽ ഉണ്ടാവുന്നവരെ എഴുതിയിട്ടുള്ളത്. ഒരു വ്യക്തി സി എം ഇബ്രാഹിം, അയാൾ നല്ല യോഗ്യനാ. കാരണം എന്താ? കാരണം അമ്മയുടെ തിരുസന്നിധിയിൽ പോയി അനുഗ്രഹത്തിന് നിൽക്കുന്ന ഫോട്ടോ ഇന്നും ഞങ്ങളുടെയൊക്കെ ശേഖരത്തിലുണ്ട്. മാതൃഭൂമിയിൽ ഫസ്റ്റ് പേജിൽ കളർ ഫോട്ടോയായി വന്നതാണ്. മാതാമൃതാനന്ദമയിയുടെ തിരുസന്നിധിയിൽ നിന്ന് സി എം ഇബ്രാഹിം അനുഗ്രഹം പോയി വാങ്ങുന്ന ആ വളരെ വിനീരത്തോടുകൂടെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ. അയാളെന്നല്ലേ അതുകൊണ്ട് എന്തുകൊണ്ട് യോഗ്യൻ? ഇങ്ങനെയൊക്കെയുള്ള യോഗ്യന്മാരാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ കുറെ ആൾക്കാരുണ്ട്, അവരുടെ വസ്തൊന്നും ഞാൻ പറയേണ്ടതില്ല. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ മസ്ജിദുൽ ആസാർ എന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതിനേക്കാൾ ഇനി നിന്ദിക്കാൻ എന്താ വേണ്ടത്? അവിടുന്ന് നിന്റെ മുടിയതാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, അങ്ങ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇവര് പ്രചരിപ്പിക്കുന്ന മുടിയെങ്ങാനും ഒന്ന് മാതൃകക്ക് വേണ്ടി വരച്ചു വെച്ചാൽ അതെത്രത്തോളം വികൃതമായിരിക്കും. ഇതുപോലെയാണ് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. എത്രത്തോളം വലിയ അപകടമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ധാരാളക്കണക്കിന് കളവുകൾ ഇങ്ങനെ തട്ടിവിടുന്നു. ആ കളവുകളൊക്കെ തട്ടിവിടുമ്പോ എന്താ, സ്വന്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു നേതാവ് എന്താ വേണ്ടത്? എന്നെക്കുറിച്ച് ഒരാൾ ഇല്ലാത്തത് പറയുമ്പോ അത് തിരുത്തി കൊടുക്കലല്ലേ വേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് ആ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികൾ പാട്ട് പാടുന്നു. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് ഈ കൊച്ചുകുട്ടികൾ അല്ലാഹുവിന്റെ റസൂലിന് മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയാമെന്ന നിലക്ക് പുകഴ്ത്തി പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ എനിക്ക് കിട്ടിയ ക്രെഡിറ്റാണ്, എന്റെ അനുയായികൾ തന്ന ക്രെഡിറ്റാണ്, എന്റെ അനുയായികൾ എനിക്ക് തന്നിട്ടുള്ള ആദരവാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പൊങ്ങച്ച മനോഭാവം സ്വീകരിക്കാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കുഞ്ഞുമക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പഠിപ്പിക്കുന്നു, മക്കളെ ഇതുപോലെ പറയല്ല. കാരണം ആകാശഭൂമികളിൽ ആരും തന്നെ മറഞ്ഞ കാര്യം അറിയുന്നവരില്ല. അല്ലാഹ് ഒഴികെ അറിയുന്നവരില്ല എന്ന് തിരുത്തി കൊടുക്കുന്നു. തന്നെക്കുറിച്ച് അനുയായികൾക്കിടയിൽ അത് ചെറിയ ഒരു കുട്ടിയുടെ വായിൽ നിന്നാണ് അരുതാത്തത് വന്നതെങ്കിലും തിരുത്തുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തെക്കുറിച്ച് അരുതാത്തത് പറഞ്ഞപ്പോൾ മദീനയിലതാ സൂര്യന് ഗ്രഹണം ബാധിച്ചു. അന്ന് തന്നെ പുന്നാര നേതാവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുഞ്ഞിന്റെ മരണവും നടന്നു. ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ മരണം നടന്നതും സൂര്യന് ഗ്രഹണം ബാധിച്ചതും ഒരേ തീയതിക്ക് വന്നപ്പോൾ ആളുകൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, നേതാവിന്റെ കുഞ്ഞുമോന്റെ മരണത്തിൽ പ്രപഞ്ചം വരെ ദുഃഖത്തിലാണ്, കണ്ടില്ലേ സൂര്യന് വരെ ഗ്രഹണം ബാധിച്ചു. ഇത് കേട്ടപ്പോൾ എന്റെ കുടുംബത്തിന് കിട്ടിയ അന്തസ്സാണ്, എനിക്ക് കിട്ടിയ പ്രശസ്തിയാണ്, അഹ്ലു ബൈത്തിന് കിട്ടിയ കറാമത്ത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മേനി നടിച്ചില്ല. ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ സമുദായം നരകത്തിലെത്തിക്കൂടാ, അവരുടെ വിശ്വാസത്തിനൊരു പുഴുക്കുത്തു വന്നുകൂടാ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നു. ഉടനെ എന്ത് ചെയ്തു? അല്പം പോലും സമയം പാഴാക്കാതെ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്കോടി. മിമ്പറിൽ കയറി അതേ ജനങ്ങളോട് സ്വതസിദ്ധമായി തന്റെ ആമുഖങ്ങളെല്ലാം പറഞ്ഞ ശേഷം പറയുന്നു, അയ്യുഹന്നാസ് ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ജനങ്ങളെ, നിങ്ങൾ പഠിച്ചോളണം, സൂര്യചന്ദ്രന്മാരെന്നൊക്കെ പറയുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വഹദാനിയത്തിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അവന്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യമാക്കി തരുന്ന വൻ ദൃഷ്ടാന്തങ്ങൾ
ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വലിയ 2 ദൃഷ്ടാന്തങ്ങളാണ്. അതാരെങ്കിലും ജനിച്ചത് കാരണത്താലോ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ കാരണത്താലോ അവയ്ക്കൊന്നും ഗ്രഹണം വരില്ല കേട്ടോ. ഗ്രഹണം ബാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയുകയല്ല വേണ്ടത്. മറിച്ചെന്ത് ചെയ്യണം? നിങ്ങളതാ ഫഫ്സഉ ഇലസ്സലാ, ഗ്രഹണ നമസ്കാരത്തിലേക്ക് മുന്നേറണേ. സൂര്യനതാ വെളിച്ചത്തേക്ക് വരും വരെ, സൂര്യനങ്ങ് പ്രത്യക്ഷമാകുന്നത് വരെ ദുആ ചെയ്തോ.